നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചിലപ്പോഴൊക്കെ മടിയുള്ളപ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവസരത്തിലൊക്കെ കുക്കിംഗ് പെട്ടെന്ന് കഴിയണമെന്നും അതേസമയം ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കണമെന്നും തോന്നാറില്ലേ? അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഈ ചിക്കൻ ഫ്രൈക്കായിട്ട് ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. കാല് മാത്രമാണ് കുറച്ച് വലിയ പീസായിട്ട് ഞാൻ മുറിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. വലിയ കഷ്ണങ്ങളാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് വരിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ കുക്കിങ്ങിൽ തുടക്കക്കാർക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ചിക്കൻ ക്ലീൻ ആക്കാന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ചിക്കൻ ആദ്യം 2-3 തവണ ഒന്ന് കഴുകി വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക. വിനാഗിരി ഇല്ലെങ്കിൽ നിങ്ങൾ ചെറുനാരങ്ങ നീര് അതിൽ ഉപയോഗിച്ചാൽ മതി. കുറച്ച് നേരത്തിന് ശേഷം അതെടുത്തിട്ട് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുത്താൽ നമുക്ക് അതിൽ ചോരയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇനി ചിക്കനിലോട്ട് കുറച്ച് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇഞ്ചി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാണ്. 1.5 ടീസ്പൂൺ പേസ്റ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർക്കാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അവസാനമായിട്ട് 1.5 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ചിക്കനിൽ പുരട്ടി വെക്കണം. ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് ചിക്കനിൽ പിടിക്കാനായിട്ട് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിലുള്ള ചെറിയ നനവും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൽ ആ നനവൊക്കെ കൂടി ചേർന്നിട്ട് എല്ലാ പൊടികളും നന്നായിട്ട് ചിക്കനിൽ യോജിപ്പിച്ചെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഇതെല്ലാം കൂടി യോജിപ്പിക്കുന്ന ഈ സമയത്ത് തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം 1-2 മണിക്കൂറെങ്കിലും ഇത് നിങ്ങളൊന്ന് മാറ്റി വയ്ക്കണം. സത്യം പറഞ്ഞാൽ ഈ ചിക്കൻ ഫ്രൈക്ക് 1-2 മണിക്കൂർ ആ മാറ്റി വയ്ക്കുന്ന ടൈം മാത്രമാണ് കൂടുതലായിട്ടുള്ളൂ. ഇപ്പം ഞാൻ എല്ലാ മസാലയും കൂടി നന്നായിട്ട് ചിക്കനിൽ പറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ്. മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇത് എടുത്തു വെച്ചതിന് ശേഷം അതിൽ നിന്ന് പുറത്തെടുത്തിട്ട് വറുത്തെടുത്താൽ മതി. മാറ്റി വയ്ക്കുന്ന ആ സമയം കൊണ്ട് ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വറുത്തെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് 2 മണിക്കൂറിന് ശേഷം ഇതെടുത്തൊന്ന് നോക്കാം. അങ്ങനെ ചിക്കൻ പുരട്ടി വെച്ചിട്ട് ഞാനിപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് എടുത്തു വെക്കാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചിക്കൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ടാണ് ഇത്ര ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഞാൻ സാധാരണ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ പറയാണ്, ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് ഇത് വറുത്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ മുരിഞ്ഞ കഷ്ണങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന്. കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ഇനി അങ്ങനെ ബാക്കിയുള്ള ചിക്കനും കൂടി ഞാൻ വറുത്തെടുക്കാൻ പോവാണ്. ഇപ്പം എല്ലാ ചിക്കനും ഞാൻ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ശ്രുതീസ് കുക്കറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അധികം താല്പര്യമില്ലാതെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇതുപോലെ ടേസ്റ്റിയായ വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അടുത്ത നല്ലൊരു വിഭവവുമായി ഞാൻ വരാം. അതുവരെ ബായ്.